ഇനി എക്സ്റ്റേണൽ CSS എന്താണ് എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച ഇവിടെ ഒരു ഇന്റേണൽ CSS ഫയൽ ഉണ്ട്. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇന്റേണൽ CSS ചെയ്തതിന് ശേഷം നമ്മൾ അത് വെബ് പേജിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റൈൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 പ്രോഡക്ട്സിൻ്റെയും ഒരു വെബ് പേജ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സോഴ്സ് കോഡ് കിട്ടുന്നതിന് വേണ്ടി ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് എഡിറ്റർ, ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാവും ഹെഡ് എന്ന ടാഗിനകത്ത് H1 H2 എല്ലാ ടാഗുകളുടെയും സ്റ്റൈൽസ് മാത്രം നമ്മൾ സ്റ്റൈൽ എന്നൊരു ടാഗിലായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ സ്റ്റൈൽസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ CSS എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ സ്റ്റൈൽസ് മാത്രം ഒരു പേജിലും HTML ഡിസൈനിങ് കോഡ് മറ്റൊരു പേജിലും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ സ്റ്റൈല് ഒരുപാട് പേജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതെങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു CSS ഫയൽ വേണം, ഒരു HTML ഫയലും വേണം. പുതിയ ഒരു ഫയൽ നമുക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഫയൽ ഓപ്പൺ ചെയ്യാം. ഒരു ന്യൂ വിൻഡോ എന്നെടുത്തിട്ട് നമുക്ക് പുതിയ ഒരു ഫയലിൽ സ്റ്റൈൽസ് മാത്രം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഇതാണ് സ്റ്റൈലുകൾ. സ്റ്റൈൽ ടാഗ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇത് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ പുതിയ ഫയലിൽ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ സ്റ്റൈൽസ് മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഫയലിനെ നമുക്ക് ഒരു പേരിൽ സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ HTML ഫയലും CSS ഫയലും ഒരേ ഫോൾഡറിലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. നമുക്ക് ഒരു style.css എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. അതിനെ ഹോമിൽ സ്കൂൾ റിസോഴ്സസ് ക്ലാസ് 10ലെ വെബ് ഡിസൈനിങ് എന്ന ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യുകയാണ്. ഓക്കെ. ഇനി ഇതേപോലെ മറ്റൊരു വിൻഡോ എടുത്തതിന് ശേഷം നമ്മൾ HTML കോഡുകൾ മാത്രം, ഇവിടെ ഇനി സ്റ്റൈൽ എന്ന ടാഗ് ആവശ്യമില്ല, അതവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിലുള്ള HTML കോഡുകൾ എടുത്ത് നമ്മൾ കോപ്പി ചെയ്ത് മറ്റൊരു ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്യുകയാണ്. ഇതിനെ നമ്മൾ ഒരു സ്കൂൾ ഷോപ്പ് എക്സ്റ്റേണൽ CSS .html ഡിസൈനിങ് കോഡിനെ .html എന്നും CSS സ്റ്റൈൽ ഫയലിനെ .css എന്നും പ്രത്യേകം സേവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ ഹോമിൽ സ്കൂൾ റിസോഴ്സസ് ക്ലാസ് 10ൽ വെബ് ഡിസൈനിങ് എന്ന ഫോൾഡർ, നമ്മുടെ style.css കിടക്കുന്ന അതേ ഫോൾഡറിലായിരിക്കണം നമ്മളിത് കൊടുക്കേണ്ടത്. പേര് സ്കൂൾ ഷോപ്പ് എക്സ്റ്റേണൽ CSS എന്ന് നൽകാം. .html. ഓക്കെ. അങ്ങനെ ഈ 2 ഫയൽസും നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി ആ സ്റ്റൈൽ ഫയല് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ഫയൽസിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 10ൽ വെബ് ഡിസൈനിങ്ങിൽ പോയാൽ ഇവിടെ നമ്മുടെ style.css എന്ന ഫയലും എക്സ്റ്റേണൽ സ്കൂൾ ഷോപ്പ് എക്സ്റ്റേണൽ .html ഈ 2 ഫയൽസും ഇവിടെയുണ്ട്. ഇനി ഇത് തമ്മിലൊരു കണക്ഷൻ കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ style.css എന്ന ഫയലിലെ കംപ്ലീറ്റ് സ്റ്റൈൽസ് ഇതിൽ വരികയുള്ളൂ. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഇതിൽ നമ്മൾ കണ്ടൻസ് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ CSS എന്ന ഫയല്. ഇതിൽ നമ്മൾ
HTML കോഡുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ CSS ഫയലിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്താൽ ഇതിൽ നമ്മൾ സ്റ്റൈൽസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ HTML ഫയൽ, ഇതാണ് CSS ഫയൽ. രണ്ടും നമ്മൾ വ്യത്യാസം നോക്കുക. ഇവിടെ നമ്മൾ HTML കോഡുകൾ, HTML ടാഗുകൾ വെച്ചിട്ടുള്ള കോഡ്സ് മാത്രമാണുള്ളത്. ഇതിനെ നമ്മളൊന്ന് റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം സ്റ്റൈൽസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി ഈ കംപ്ലീറ്റ് സ്റ്റൈൽസ്, ഈ ഫയലിലുള്ള കംപ്ലീറ്റ് സ്റ്റൈൽസ് ഇതിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ഒരു ലിങ്കിന്റെ ഒരു കോഡ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ആ കോഡ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത് മാത്രമാണ് ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളത്. അതായത് ഹെഡ് എന്ന ടാഗിനകത്ത് തന്നെ നമുക്ക് ലിങ്ക് എന്ന ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഹെഡ് എന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ടാഗ് കൊടുക്കുക, ലിങ്ക്. ലിങ്ക് ദെൻ REL എന്നത് ആട്രിബ്യൂട്ടാണ്, റിലേഷൻ എന്നതിൻ്റെ ഷോർട്ടാണ് REL. റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് എന്ന് നൽകുക. ദെൻ ടൈപ്പ് ഈക്വൽ ടു ഏത് ടൈപ്പ് ഫയലാണ് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ടെക്സ്റ്റ് ബാർ CSS, ഒരു CSS ഫയലിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നതാണ്. ദെൻ href ഈക്വൽ ടു ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നതാണ് hrefന്റെ ഷോർട്ട്. നമ്മൾ അവിടെ ഫയൽ നെയിം എന്താണോ കൊടുത്തത് അത് നൽകുക. ഈ ഫയലിന്റെ പേര് ഇവിടെ style.css എന്നാണ് നമ്മുടെ ഫയൽ നെയിം, അതുകൊണ്ട് നമ്മൾ style.css എന്ന് കൊടുക്കുന്നു. ഈ ഫയൽ ഏത് പേരിലാണോ സേവ് ചെയ്തത് ആ പേരാണ് ഇവിടെ നൽകേണ്ടത്. ഈ ഒരു ലിങ്ക് കൊടുത്തതിന് ശേഷം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഇവിടെ വരുന്ന എല്ലാ കോഡും നമുക്ക് കിട്ടുന്നതാണ്. ഇത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ എക്സ്റ്റേണൽ CSS എന്ന ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റൈൽസും ഇതിൽ വന്നതായിട്ട് കാണാം. ഇതാണ് എക്സ്റ്റേണൽ CSS. എക്സ്റ്റേണൽ CSS ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഏത് പേജിലും നമ്മൾ എത്ര HTML പേജ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ ഒരൊറ്റ style.css എന്ന ഫയലിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിന് കോഡ് നൽകാവുന്നതാണ്. റെപ്പിറ്റേഷൻ ഒഴിവാക്കാം. ഇനി നെക്സ്റ്റ് ഒരു വെബ്സൈറ്റിൽ ഒരുപാട് പേജസ് ഉണ്ടാവാം. അപ്പോൾ ഒരു സെയിം പേജിൽ നമുക്ക് സെയിം സ്റ്റൈൽസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഈ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു പേജ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ സ്റ്റൈലിൻ്റെ ഒരു ലിങ്ക് ഇങ്ങനെ ഈ ഒരൊറ്റ ലൈനിൽ നമുക്ക് ആ ലിങ്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ ലിങ്ക് എത്ര പേജിൽ നമ്മൾ ഉപയോഗിക്കുന്നോ അത്രയും പേജിൽ നമുക്ക് സെയിം സ്റ്റൈൽസ് കിട്ടുന്നതാണ്. ഇതാണ് എക്സ്റ്റേണൽ CSSന്റെ പ്രത്യേകത. അത് സേവ് ചെയ്യുമ്പോൾ .css ഫയലും .html ഫയലും ഒരേ ഫോൾഡറിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.